1.5 കപ്പ് സേമിയ, 2 കപ്പ് ആൽമണ്ട് മിൽക്ക്, 4 കപ്സ് വാട്ടർ, 1/2 കപ്പ് ചൗരി, 2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഷുഗർ, handful of raisins, handful of cashews, 2 tablespoons നെയ്യ്. അവസാനം ഉപയോഗിക്കാനുള്ള 3 കപ്പ് ആൽമണ്ട് മിൽക്ക്. ഞാൻ അൺസ്വീറ്റൻഡ് ആൽമണ്ട് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ചൗരിയും വെള്ളവും ഒന്നിച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് മൈക്രോവേവിൽ വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ്. മൈക്രോവേവിൽ കുക്ക് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ട് റൈസ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അത് ഓട്ടോ സെൻസ് ചെയ്ത് കുക്ക് ചെയ്തോളൂ. ഒരു ചെറിയ പാന് അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് സേമിയ അതിലേക്കിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗണിഷ് കളറാകുന്ന വരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇത് ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് 2 കപ്പ് ആൽമണ്ട് മിൽക്കും 4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. മൈക്രോവേവിൽ ചൗരി കുക്ക് ചെയ്യുന്നതിന് പകരം കുക്കറിനകത്തായാലും വെച്ചാൽ മതി. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി കൂടെ കൂട്ടണം. 3 കപ്പെങ്കിലും വെക്കണം കുക്കറിൽ വെക്കുമ്പോൾ. ഒരു 2 വിസിൽ വരെ വരുന്നവരെ കുക്ക് ചെയ്യണം. എന്നിട്ട് മാറ്റി വെച്ചിരുന്ന ഇതുപോലെ തന്നെ കുക്കാവും. ഇത് നേരത്തെ മൈക്രോവേവിൽ കുക്ക് ചെയ്തതാണ്. അതുകൂടി ഇതിലോട്ട് ഇടുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ചൗരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. എൻ്റെ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു ചാനലൊക്കെ തുടങ്ങിയത്. തെറ്റുകളോ എൻ്റെ സംസാരത്തിനൊക്കെ ചില കുഴപ്പങ്ങളോ ഒക്കെ കാണും. എല്ലാവരും ക്ഷമിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ചൗരി ഇട്ട് ഇളക്കി നമ്മൾ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ആകുമ്പോൾ അത് നന്നായിട്ട് കുക്കാവുന്നുണ്ട്. ഒരു 10 മിനിറ്റ്സേ ഇതിൻ്റെ കുക്കിംഗ് ടൈമുള്ളൂ ചൗരി ഇട്ട് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇതിലോട്ട് കാഷ്യൂ നട്ട്സും റൈസിൻസും വറുത്തിടാം. 1 സ്പൂൺ നെയ്യ് ചൂടാകുമ്പോൾ വേറൊരു പാനിൽ അതിലോട്ട് കാഷ്യൂ നട്ട്സ് ആദ്യം ഇടണം. അതൊരു ബ്രൗണിഷ് കളർ വരെ ആകുമ്പോൾ അതുവരെ വറക്കണം. അത് കഴിഞ്ഞ് റൈസിൻസ് ഇട്ടിട്ട് അതും ഒന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ, റൈസിൻസ് മൂക്കുമ്പോൾ ഇങ്ങനെ ഒരുമാതിരി ബോൾ കണക്ക് ഇങ്ങനെ വരും. അത് കണക്ക് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അത് ഈ കുക്കായ സേമിയയ്ക്കകത്തോട്ട് ഇടണം. ഇതിപ്പോൾ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന അവസാനം ഒഴിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന 3 കപ്പ് ആൽമണ്ട് മിൽക്ക് ഒഴിക്കാം. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് ഷുഗർ ഇടാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ടേൺ ഓൺ ചെയ്യണം. ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസും സജഷൻസും ഒക്കെ പറയണം. അവസാനത്തെ ആൽമണ്ട് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞ് തിളയ്ക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാൻ ഷുഗർ യൂസ് ചെയ്യാറില്ല. അത് കാരണം ഞാൻ സ്റ്റീവിയ എക്സ്ട്രാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഷുഗർ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് പായസം സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്.